ഇന്ത്യൻ എക്കണോമിയിൽ വലിയ ചർച്ചയാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ RBI എടുത്തിരിക്കുന്നത്. USD INR സ്വാപ്പ് ഓപ്ഷൻ എന്ന പേരിൽ RBI $5 ബില്യൺ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ്. കേൾക്കാൻ ടെക്നിക്കലായി തോന്നുമെങ്കിലും ഇതിന്റെ പിന്നിലെ കഥ വളരെ സിമ്പിളാണ്. ഇന്ത്യയിലെ ബാങ്കിംഗ് സിസ്റ്റത്തിൽ ക്യാഷ് ലിക്വിഡിറ്റി കൂട്ടാനും ഒരേ സമയം റുപ്പിയുടെ പ്രഷർ കുറയ്ക്കാനുമാണ് RBI ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ റുപ്പി വലിയ സമ്മർദ്ദത്തിലാണ്. ഡോളർ ശക്തമാകുന്നു, ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നു, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിക്കുന്നു. റുപ്പി വാല്യൂ 96-97 രൂപ റേഞ്ച് വരെ ദുർബലമായി. സാധാരണയായി റുപ്പി ഇങ്ങനെ വീക്ക് ആകുമ്പോൾ RBI ഡോളർ വിറ്റ് റുപ്പിയെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് റുപ്പി ലിക്വിഡിറ്റി കുറയും. അതായത് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാനുള്ള ക്യാഷ് അവൈലബിലിറ്റി കുറയും. അവിടെയാണ് ഈ സ്വാപ്പ് എൻട്രി ചെയ്യുന്നത്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി എക്സ്ചേഞ്ച് ഡീലാണ്. ഈ ഓപ്ഷനിൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കൈവശമുള്ള US ഡോളേഴ്സ് RBIക്ക് നൽകും. അതിനു പകരം RBI ബാങ്കുകൾക്ക് ഇന്ത്യൻ റുപ്പീസ് നൽകും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അഥവാ സ്പോട്ട് ലിങ്ക്. ഇതോടെ ബാങ്കുകൾക്ക് ഉടൻ ലിക്വിഡിറ്റി കിട്ടും. ലെൻഡിംഗ്, ക്രെഡിറ്റ് ഫ്ലോ, മാർക്കറ്റ് ഫണ്ടിംഗ് എല്ലാം സ്മൂത്ത് ആക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഇത് പെർമനന്റ് ട്രാൻസാക്ഷൻ അല്ല. 3 വർഷത്തിന് ശേഷം ബാങ്ക്സ് വീണ്ടും RBIയിൽ നിന്ന് ആ സെയിം ഡോളേഴ്സ് തിരികെ വാങ്ങും. അതുവരെ RBI ഡോളേഴ്സ് ഹോൾഡ് ചെയ്യും. ഫ്യൂച്ചറിൽ ബാങ്ക് ഡോളേഴ്സ് ബൈബാക്ക് ചെയ്യുമ്പോൾ സ്പോട്ട് റേറ്റ് കൂടാതെ ഒരു പ്രീമിയം എമൗണ്ട് കൂടി RBIക്ക് നൽകണം. ആ പ്രീമിയം കോട്ട് ചെയ്താണ് ഓപ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ചോദ്യം, RBIക്ക് കൂടുതൽ രൂപ പ്രിന്റ് ചെയ്താൽ പോരെ? അത് റിസ്കിയാണ്. അധികമായി മണി പ്രിന്റ് ചെയ്താൽ ഇൻഫ്ലേഷൻ കൂടാം, കറൻസി കോൺഫിഡൻസ് കുറയാം. RBI കൂടുതൽ സ്മാർട്ടായ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഡോളർ റിസർവ് ഉപയോഗിച്ച് ലിക്വിഡിറ്റി മാനേജ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡ്യൂറബിൾ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. താൽക്കാലികമായ ഒരു റിലീഫ് അല്ല ഇത്. 3 വർഷം മാർക്കറ്റിൽ ലിക്വിഡിറ്റി സസ്റ്റെയിൻ ചെയ്യാനുള്ള ശ്രമം മാത്രം. ഇതിന്റെ മറ്റൊരു പ്രധാന ഫാക്ടർ സൈക്കോളജിക്കലാണ്. മാർക്കറ്റിലേക്ക് RBI ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. റുപ്പിയെ സപ്പോർട്ട് ചെയ്യാനും ബാങ്കിങ് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശം. ഇത് ഇൻവെസ്റ്റേഴ്സിനും ബാങ്ക്സിനും കോൺഫിഡൻസ് നൽകും. ഇതുപോലുള്ള USD INR സ്വാപ്പ് ഓപ്ഷൻസ് RBI മുമ്പും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ലിക്വിഡിറ്റി ടൈറ്റ് ആയപ്പോൾ $5 ബില്യൺ മുതൽ $10 ബില്യൺ വരെ സ്വാപ്പ് നടത്തി. ഇത് എമർജൻസി സ്റ്റെപ്പ് അല്ല, RBIയുടെ റെഗുലർ ടൂൾ കിറ്റിലുള്ള ഒരു സ്ട്രാറ്റജിക് വെപ്പണാണ്. സാധാരണ ആളുകൾക്ക് ഈ തീരുമാനത്തിന്റെ ഇമ്പാക്റ്റ് നേരിട്ട് കാണാനാകില്ല. പക്ഷേ ലോൺസ്, ഇൻട്രസ്റ്റ് റേറ്റ്സ്, ബാങ്കിങ് ലിക്വിഡിറ്റി, റുപ്പി സ്റ്റെബിലിറ്റി, ഇത്തരം സെൻട്രൽ ബാങ്ക് ഓപ്പറേഷൻസ് ആണ് ഇതിനെയെല്ലാം മാനേജ് ചെയ്യുന്നത്. എക്കണോമി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഓയിലിംഗ് പോലെയാണ് RBIയുടെ ഈ സ്വാപ്പ് ഡീൽ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.